ഹായ് ഫ്രണ്ട്സ്, ജോവാൻജോ ട്രാവൽ മേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ ഒന്നായ സെന്റ് അഗസ്റ്റിൻ ഫെറോന ചർച്ചിലെ വിശേഷങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. രാമപുരം എന്ന പേര് വന്നത് എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രാമപുരത്തേക്ക് പോകാം. നമുക്ക് രാമപുരം പള്ളിയുടെ ചരിത്രം അറിയുന്നതിന് മുമ്പേ തന്നെ രാമപുരം എന്ന പേര് വന്നത് എങ്ങനെയെന്ന് അറിയണ്ടേ? വനവാസകാലത്ത് ശ്രീരാമൻ ഇവിടെ താമസിച്ചതിനാലാണ് ഈ സ്ഥലത്തിന് രാമപുരം എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. ബുദ്ധമതത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണ് കൂടിയാണ് ഇവിടം. തൃശ്ശൂരിലെ പുരാവസ്തു കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ശ്രീബുദ്ധൻ്റെ കരിങ്കൽ പ്രതിമ രാമപുരത്ത് നിന്ന് ലഭിച്ചതായി പറയുന്നു. നമ്മളിപ്പോൾ രാമപുരം ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുക കേട്ടോ. രാമപുരം ടൗണിലൊരു റൗണ്ടാനയുണ്ട്. ആ റൗണ്ടാന തിരിയുമ്പോൾ തന്നെ നമുക്ക് ടൗണിന് അഭിമുഖമായി നിൽക്കുന്ന ഒരു കപ്പേളയും കാണാം. ഇവിടുന്ന് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തേവർപറമ്പിൽ കുഞ്ഞച്ചൻ്റെയും പാറേമാക്കൽ തോമാ കത്തനാരുടെയും രൂപങ്ങളും വ്യാകുല മാതാവിൻ്റെ മനോഹരമായ ഒരു ഗ്രോട്ടോയും കാണാൻ സാധിക്കും. എത്ര വാഹനങ്ങൾ വന്നാലും അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ പള്ളിയുടെ മുന്നിൽ ഒരുക്കിയിരിക്കുന്നു. തോക്കുകളേന്തിയ ഭടന്മാരുടെ രൂപമാണ് ഈ പള്ളിയുടെ കവാടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗ്രൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പഴയ പള്ളിയുടെ കവാടം കാണാൻ സാധിക്കും. ഈ പള്ളിയുടെ പുറകിലായിട്ടാണ് പുതിയ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രവേശന കവാടത്തിൻ്റെ ഉൾഭാഗത്തുള്ള വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. കോട്ടയം ജില്ലയിൽ മീനച്ചി താലൂക്കിൽ പാലായ്ക്കടുത്ത് രാമപുരം പട്ടണത്തിന് തിലകക്കുറിയായി സ്ഥിതി ചെയ്യുന്ന പള്ളികളാണ് സെന്റ് അഗസ്റ്റിൻ, സെന്റ് മേരീസ് പള്ളികൾ. ഇവ രണ്ടും ചേർന്നതാണ് രാമപുരം പള്ളി എന്നറിയപ്പെടുന്നത്. 2019 പുതിയ പള്ളി സ്ഥാപിതമായി. 75,000 ചതുരശ്ര വിസ്തീർണം ഉള്ള ഈ ദേവാലയം ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി എന്ന അവകാശവും ഉണ്ട്. ചരിത്രവും വിശ്വാസവും ഒപ്പം വിസ്മയ കാഴ്ചകളും ഇടചേർന്നതാണ് പുതിയതായി നിർമ്മിച്ച രാമപുരം സെന്റ് അഗസ്റ്റിൻ ഫെറോന പള്ളി. AD 1450 തുടങ്ങുന്നു രാമപുരം പള്ളിയുടെ ചരിത്രം. പഴയ പള്ളി 200-ൽ അധികം വർഷം പഴക്കമുള്ളതും ഇതിന് പിന്നിലായിട്ടാണ് ആകാശം മുട്ടി നിൽക്കുന്ന പുതിയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചൻ ജീവിച്ചതും അച്ഛൻ്റെ കബറിടവും ഇവിടെയാണ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ രചനയായ വർത്തമാന പുസ്തകം എഴുതിയ പാറേമാക്കൽ തോമാ കത്തനാരുടെ കബറിടവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദേവാലയത്തിൻ്റെ മുൻവശത്ത് ശില്പവും 2 ടവറുകൾ ഗോത്തിക് ശില്പങ്ങളും മുഖവാരം പോർച്ചുഗീസ് ആർട്ടിലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3000-ലധികം പേർക്ക് ഒരുമിച്ച് കുർബാന കൂടാനാകും ഈ പള്ളിയിൽ. ശില്പകലയിൽ പോർച്ചുഗീസ് പാരമ്പര്യം നിലനിൽക്കുന്നതുകൊണ്ടാവാം 2 പള്ളികളുടെ പ്രവേശന കവാടത്തിൽ തോക്കുകളേന്തിയ പട്ടാളക്കാരുടെ ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പള്ളിയുടെ മുൻപിലായി ഒരു കൽക്കുരിശും 7 നിലകളുള്ള ഒരു കപ്പേളയും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ വരുന്ന വിശ്വാസികൾ ആചാരമായി മുകളിൽ കുരിശോടുകൂടിയ വലിയ നിലവിളക്കിൽ എണ്ണയൊഴിക്കാറുണ്ട്. പണ്ടുകാലത്ത് ദളിത് വിദ്യാർത്ഥികളെ സ്കൂളിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. അതിനാൽ അച്ഛൻ പള്ളിയോട് ചേർന്നുള്ള വാദ്യപുരയിൽ ദളിത് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നു. ഈ കെട്ടിടവും അച്ഛൻ 50 വർഷം താമസിച്ച കെട്ടിടവും പള്ളിയുടെ സമീപത്ത് ഇപ്പോഴും സൂക്ഷിക്കുന്നു. ദളിതരുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിച്ച ഒരു അച്ഛനായിരുന്നു അദ്ദേഹം. My soul in my praise and in my failures, His arms are open wide. Oh, the deep, deep love that I know.
കോട്ടയം ജില്ലയിലെ വളരെ പ്രശസ്തമായ മാർ അഗസ്തീനോസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയുടെ സമീപത്തായിട്ടാണ്. ഈ കോളേജിൻ്റെ സമീപത്തായി സെൻറ്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പള്ളിക്കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമുക്കിനി രാമപുരത്തുള്ള ഒരു ഗ്യാപ്പ് റോഡൊന്ന് കണ്ടാലോ. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗ്യാപ്പ് റോഡും കൂടി നമുക്ക് കാണാം. രാമപുരം മലയിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഏകദേശം 20 അടിയോളം താഴ്ചയിൽ ഇരുവശത്തുമുള്ള കല്ലുകൾ വെട്ടിയിറക്കിയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കാണുവാനും നല്ല ഭംഗിയും വളരെ സുന്ദരവുമാണ്. ഹായ് ഗൈസ്, എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ സൈനിങ് ആവും.